കമോൺ, കുറച്ചുകൂടെ ആൾക്കാരൊന്ന് വീഡിയോയിൽ കയറ്റും. കമോൺ, കുറച്ചുകൂടെ ആൾക്കാരൊന്ന് വീഡിയോയിൽ കയറ്റേ. വെരി ഗുഡ്, താങ്ക് യു, വെരി ഗുഡ്. സ്ക്രീനിൽ ഇങ്ങനെ ഇരുട്ട് കാണുമ്പോൾ സംസാരിക്കാൻ ഒരു രസമില്ല. നിങ്ങളുടെ മുന്നിൽ ഓഡിയൻസ് കാണുമ്പോഴല്ലേ ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന മിക്ക ആളുകളും മെഡിറ്റേഷനെ കുറിച്ച് അറിയുന്നവരാണ്, പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ആഴത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്താണ് മെഡിറ്റേഷൻ? ആദ്യത്തെ ചോദ്യം അതാണ്. നിങ്ങൾ കുറച്ച് ആൻസർ തരണം എനിക്ക് കേട്ടോ. റെഡിയല്ലേ? എന്താണ് മെഡിറ്റേഷൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഒന്ന് ടൈപ്പ് ചെയ്യൂ കേട്ടോ. ധ്യാനം, സൈലൻസ് ആൻഡ് കാം, സമാധാനവും ഉള്ളിലേക്ക് എത്തിനോട്ടമാണ് മെഡിറ്റേഷൻ. വെരി ഗുഡ്. കമോൺ, വരട്ടെ. മനസ്സിന് സമാധാനം, നോയിങ് മനസ്സിൽ സ്വയം അറിയലാണ്, മനസ്സിനെ കൺട്രോൾ ചെയ്യലാണ്. ഓക്കെ, സൈലൻസ് ആണ് മെഡിറ്റേഷൻ. കമോൺ, കുറച്ചുകൂടെ കമന്റ്സ് വരട്ടെ, വളരെ രസമുള്ളൂ. യെസ്, മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കലാണ്, സെൽഫ് കൺട്രോൾ ആണ്, മൈൻഡ് റിലാക്സേഷൻ ആണ്. ഓക്കെ, ലുക്കിംഗ് ഇൻസൈഡ്, അകത്തോട്ട് നോക്കണം. മനസ്സും ശരീരവും ഫ്രീ ആക്കലാണ്, സ്വന്തത്തെ കണ്ടെത്തലാണ്, സെൽഫ് അവയർനെസ് ആണ്, ശ്വാസത്തെ അറിയലാണ്, നമ്മളിലേക്ക് നോക്കണം. ഓക്കെ, ഇതാണ് തൻ്റെ ഉള്ളിലേക്ക് നോക്കും. മൈൻഡ് ബോഡി റിലാക്സേഷൻ, ഏകാഗ്രത ഉണ്ടാവുക. ഓക്കെ, റിലാക്സ് ചെയ്യാം. യെസ്, അപ്പോ വെരി ഗുഡ്, താങ്ക് യു. നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് എന്താണ് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും, ഫീല് കിട്ടും കേട്ടോ. സെൽഫ് റിയലൈസേഷൻ, നമ്മളെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് മെഡിറ്റേഷൻ. മെഡിറ്റേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു പ്രത്യേക കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചിന്തകളെ കേന്ദ്രീകരിക്കുന്നതിന്റെ പേരാണ് മെഡിറ്റേഷൻ ഇംഗ്ലീഷിൽ. ഒരു പ്രത്യേക കാര്യം, വസ്തു, അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, അറ്റൻഷൻ കൊടുക്കുന്ന, മറ്റെല്ലാം വിട്ടിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, നമ്മുടെ ചിന്തകളും വികാരങ്ങളും എല്ലാം അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ, ഒരു മാനസിക അവസ്ഥ, അല്ലെങ്കിൽ പ്രാക്ടീസ്. കുറെ ആൾ ചോദിക്കാൻ, മെഡിറ്റേഷൻ്റെ ഒരു പ്രാക്ടീസ് ആണോ? മെഡിറ്റേഷൻ എപ്പോഴാണ് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴാ പറയാ? എപ്പോഴാണ് മെഡിറ്റേഷൻ ചെയ്യാറുള്ളത്? പറയൂ. എപ്പോഴാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? ഏർലി മോർണിംഗ് ആണ്. കാം മോർണിംഗ്, ഏർലി മോർണിംഗ്. സ്പെഷ്യലായിട്ട് നമുക്ക് സമയമെടുത്ത് ചെയ്യണം എന്ന് മെഡിറ്റേഷൻ നിർബന്ധമുണ്ടോ? ഒരു പ്രത്യേക സമയത്ത് തന്നെ ചെയ്യണമെന്ന് മെഡിറ്റേഷൻ നിർബന്ധമുണ്ടോ? ഉണ്ടോ? മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ആണ് എന്ന രീതിയിൽ നമുക്ക് സമയം കണ്ടെത്താം. രാവിലെ 10 മിനിറ്റ് സ്ഥിരമായിട്ട് 6 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ നല്ലതാണ്. പ്രത്യേക സമയം കൊടുത്ത് പ്രത്യേക രീതിയിൽ നമ്മൾ പ്രത്യേക മെഡിറ്റേഷൻ ഫോക്കസ് ചെയ്യുന്ന ഗൈഡഡ് മെഡിറ്റേഷൻ, ഇപ്പൊ നമ്മളെ മെഡിറ്റേഷൻ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. മറ്റു പല മെഡിറ്റേഷൻസ് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഗൈഡഡ് മെഡിറ്റേഷൻ, ഗൈഡഡ്, നമ്മൾ മറ്റുള്ള ആളുകളുടെ മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന, അതാണ് ഗൈഡഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ട്, അല്ലെങ്കിൽ റെക്കോർഡിങ്സ് നമ്മൾ കേട്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു. എന്നാൽ ഫ്രീ മെഡിറ്റേഷൻ, നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. നമ്മളുടെ സമയം എടുത്ത്, നമ്മളുടെ ഫ്രീഡം. പക്ഷെ അതേസമയം ഒരു പ്രത്യേക സമയം കൊടുത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്, ഒരു പ്രാക്ടീസ് എന്ന രീതിയിൽ. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് ചെയ്യുന്നു, അപ്പം പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക്, പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക്.
അല്ലാതെ അങ്ങനെ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് മികച്ച റിസൾട്ട് ഉണ്ടാകും. കാരണം ഡിസിപ്ലിൻഡ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിപ്ലിൻഡ് പ്രാക്ടീസ് എന്നാൽ അച്ചടക്കമുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, പ്രത്യേക സമയത്ത് ചെയ്യുന്നത് ഉചിതമാണ്. അതേസമയം പ്രത്യേക സമയത്ത് തന്നെ ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല. കാരണം മെഡിറ്റേഷൻ ഒരു പ്രാക്ടീസ് എന്ന രീതിയിൽ അങ്ങനെ കാണാം. ക്ലിയർ അല്ലേ? നമുക്കൊരു പങ്ക്ച്വാലിറ്റി ഉണ്ടാവും. അതെ, വെരി ഗുഡ്. നമുക്കൊരു സിസ്റ്റം ഉണ്ടാവും. ലൈഫിൽ എപ്പോഴും സക്സസ് ഉണ്ടാവുന്നത് ഒരു ചിട്ട ഉണ്ടാവുമ്പോഴാണ്, അല്ലെ? ഒരു പങ്ക്ച്വാലിറ്റി. ഡെയിലി 4 മണിക്ക് എണീക്കുന്ന ആൾക്കാർക്ക് ലൈഫിൽ നല്ല ചിട്ട ഉണ്ടാവും. ഒരു ദിവസം 4 മണിക്ക്, പിറ്റേ ദിവസം 6 മണിക്ക്, പിന്നെ 5 മണിക്ക്, അങ്ങനെ നീക്കുന്ന ആളെ സംബന്ധിച്ചോളം ലൈഫിനൊരു ഡിസോർഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ചിട്ടയോടെ നമുക്ക് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് മെഡിറ്റേഷൻ അതേപോലെ ചിട്ടയോടെ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, എന്തിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കിയിട്ട് പ്രത്യേക രീതിയിൽ നമ്മൾ അറ്റൻഷൻ, ഫോക്കസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ലുക്കിംഗ് ഇൻസൈഡ് ഇത് ചെയ്യുന്നത്, അതിനുത്തരം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം. നമ്മൾ നമ്മളെ അറിയുക എന്ന് പറയുമ്പോൾ ഈ പ്രസന്റ് മൊമെന്റിനെ അറിയുക, ഈ നിമിഷത്തെ അറിയലാണ്, ജീവിതത്തെ അറിയലാണ്, നമ്മളെ അറിയലാണ്. നമ്മൾ എപ്പോഴും നോക്കുന്നത് എങ്ങോട്ടാണ്? കൂടുതൽ സമയം നമ്മൾ നോക്കുന്നത് പുറത്തോട്ടാണ്, അല്ലെ? ലുക്കിംഗ് ഔട്ട്സൈഡ് ആണ് നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. പുറത്തോട്ടാണ് നോക്കുക, മറ്റുള്ളവരെയാണ് നോക്കുക. എപ്പോഴും മറ്റുള്ളവരെ നമ്മൾ കാണുന്നു. നമ്മൾ നമ്മളെ കാണുന്നത് എപ്പോൾ മാത്രമാണ്? കണ്ണടയ്ക്കാതെ നമ്മൾ നമ്മളെ കാണുന്നത് എപ്പോൾ മാത്രമാണ്? കണ്ണടയ്ക്കാതെ, മെഡിറ്റേഷൻ ചെയ്യാതെ നമ്മൾ നമ്മളെ കാണുന്നത് എപ്പോഴാണ്? പറയൂ. കണ്ണടയ്ക്കാതെ നമ്മൾ നമ്മളെ കാണുന്നത് മിറർ, കണ്ണാടിയിലാണ്. കണ്ണാടി നോക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ കാണുന്നത്. ആ കണ്ണാടി നോക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ഡീപ്പായിട്ട് നമ്മളെ മനസ്സിലാക്കി കാണുന്നവർ വളരെ കുറവാണ്. എന്തിനാ കണ്ണാടി നോക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, മുഖത്ത് വല്ലതും ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ. സ്ത്രീകളൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ നോക്കും, അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കും പോകുമ്പോൾ. പുരുഷന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ജോലി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, വീട്ടിനകത്താകുമ്പോൾ അത് ആരും കാണാനോ, അല്ലെ? അങ്ങനെ ആയിരിക്കും നമ്മളൊക്കെ. മറ്റുള്ള ആളുകളുടെ മുന്നിൽ ലുക്കിംഗ് ഗുഡ്, എനിക്ക് നല്ല ലുക്ക് ഉണ്ടാവണം, ഹാൻസം ആയിരിക്കണം. മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഞാൻ നല്ലതായിരിക്കണം. എന്നെ കുറിച്ച് മറ്റുള്ളവർ മോശം പറയുന്ന സാഹചര്യം എന്നെ കാണുമ്പോൾ ഉണ്ടാവാൻ പാടില്ല. എന്റെ ലുക്ക് നന്നാവണം, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെ? നല്ല ലുക്ക് ഉണ്ടാവണം. എന്നാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ കാണുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ എത്രത്തോളം ഹാൻസം ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു. എന്റെ ഉള്ളിൽ ഞാൻ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇന്നർ മൈൻഡ്. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് നമ്മളിൽ ഭൂരിപക്ഷത്തിനും. എന്നാൽ നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നറിയണം, വേണ്ടേ? ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നതിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തെറ്റുണ്ടേ പറയണേ. ഞാനടക്കം നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ? മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് ബഹുഭൂരിപക്ഷം. 99% അങ്ങനെയായിരിക്കും, 95% മുകളിൽ. എന്നാൽ നമ്മൾ നമ്മളെ കുറിച്ച്, ഞാൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ അറിയണം. മനസ്സിലായില്ലേ? കാരണം
മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നത് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഞാൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പല ആളുകൾക്കും അറിയാത്ത കാര്യമാണ്. കാരണം മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവർ വറീഡാവുന്നു. എത്രയൊക്കെ ഒരുങ്ങിയിട്ടും ഒരുക്കമാവുന്നില്ല അല്ലെ? എങ്ങനെയല്ലേ? ഒരു കല്യാണത്തിന് പോകാൻ ഇറങ്ങുമ്പോ എന്താ സ്ത്രീകളോട് ചോദിച്ചാൽ മതില്ലേ, ഒരുങ്ങിയിട്ടും ആവുന്നുണ്ടാവില്ല പുറത്തോട്ട് ഇറങ്ങുമ്പോ അല്ലെ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അത് ഭയങ്കര പ്രശ്നമാണ്. ഒരുപാട് വീട്ടിൽ അതിന്റെ പേരില് പ്രശ്നമാണ്. എന്നോട് പറയാറുണ്ട്, ഒരുങ്ങി കിട്ടൂല ഈ ഒന്നും ഒരുങ്ങി കിട്ടൂല, ഒരു വഴിക്ക് കൊണ്ടുപോകാൻ പറ്റൂല, ഒരുങ്ങി കിട്ടൂല അല്ലെ? ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് സാധനം. എന്താ കാരണം? നമ്മൾ ഓവർ കൺസേൺഡ് ആണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഈ ഒരു എന്താണ് ബേസിക് ആയുള്ള ഒരു പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ട്. മറ്റുള്ളവരാണ് നമ്മുടെ ജീവിതത്തിന്റെ വിധി നിർണയിക്കുന്നത്. അതിന്റെ അർത്ഥം അതല്ലേ? എങ്ങനെ? നമ്മുടെ ജീവിതത്തിന്റെ വിധികർത്താക്കൾ ആരാണ്? മറ്റുള്ളവരാണെന്നുള്ളൊരു പ്രോഗ്രാമിംഗ് നടന്നിട്ടുണ്ട്. യെസ് ഓർ നോ? അല്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് എന്ന് നമ്മൾ എത്തുന്നോ അന്ന് മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ നമുക്ക് ഒരു കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ്, ആ സുഖാവസ്ഥ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിന് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രാക്ടീസ് ആണ് ലുക്കിംഗ് ഇൻസൈഡ്, അകത്തോട്ട് നോക്കുക. ലുക്കിംഗ് ഔട്ട്സൈഡ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. എന്നാൽ ലുക്കിംഗ് ഇൻസൈഡിലേക്ക്, അകത്തോട്ട് നോക്കുന്നത് ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അകത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നു, അതെ, ഞാൻ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണ് എന്നെ കുറിച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ നിമിഷം തന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവയർനെസ് ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്തു തുടങ്ങും. ക്ലിയർ അല്ലേ? എന്താണ് ഈ അവയർനെസ് എന്ന് പറയുന്നത്? ആ ബോധം ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്തു തുടങ്ങും. ഞാൻ എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കുന്നത് ശരിയാണോ? അല്ല, ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് ആ രീതിയിൽ വിചാരിക്കരുത്. ട്യൂണിങ് ആണ്. ഞാൻ ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നൊരു ബോധം വരും. ഞാൻ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതാണ് എന്നെ കുറിച്ച് മറ്റുള്ളവർ വിചാരിക്കുന്നത്. മറ്റുള്ളവർ എന്നെ കുറിച്ച് മോശം വിചാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആട്ടോ അത്. മറ്റുള്ളവരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മോശം അനുഭവങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്നല്ല, ആദ്യം ആ മോശം അനുഭവങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ചിന്തകളിലൂടെ സൃഷ്ടിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഒരാള് നമ്മോട് ഒരു മോശം കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ആ മോശം കാര്യം ഓൾറെഡി നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ സംസാരിച്ചിട്ടുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നെഗറ്റീവ് ആയുള്ള ഒരു മോശം സംസാരം നമ്മുടെ ഉള്ളിൽ ഇന്നർ ടോക്കായിട്ട് കടന്നു പോയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഉള്ളിലൂടെ കടന്നു പോകാത്ത ഒരു കാര്യവും പുറത്ത് സംഭവിക്കില്ല. ഇതേക്കുറിച്ച് നമ്മൾ അറിയണം. ഉള്ളിൽ അത് ഓൾറെഡി നടന്നിട്ടുണ്ട്. സാറേ, എനിക്ക് എന്നും പ്രയാസമാണ്, എന്താണ്, എന്റെ ഭർത്താവ് എന്നും എന്നോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. ഭർത്താവല്ല, നിങ്ങൾ തന്നെ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്. ആ ചിന്തകളിലൂടെ നിങ്ങൾ നിങ്ങളോട് വളരെ ദയോടെ എങ്കിലും നിങ്ങൾ നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളോട് പെരുമാറാനുള്ള ഫ്രീഡം ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങൾ അറിയാതെ
നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഫ്രീഡം അറിയാതെ, ആ പവർ ഓഫ് ചോയ്സ് അറിയാതെ, തീരുമാനിക്കാനുള്ള ആ ഒരു കഴിവ് അറിയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ സ്വയം ആ തിരിച്ചറിവ് വരുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അടിമകളായിട്ട് മാറും. അവിടെയാണ് മഹാന്മാരും സാധാരണക്കാരും തമ്മിൽ വ്യത്യാസം. എങ്ങനെ? മഹാന്മാർ ഇത് തിരിച്ചറിയുന്നവരാണ്, സാധാരണക്കാർ എപ്പോഴും പുറത്തോട്ട് നോക്കുന്നവർ. മഹാന്മാരുടെ പ്രത്യേകത എന്താ? ദേ ആർ ഓൾവേസ് ലുക്കിംഗ് ഇൻസൈഡ്. അവരെപ്പോഴും അകത്തോട്ട് നോക്കുന്നവരാണ്. ക്ലിയർ? എങ്ങനെയാണ് മുഖത്തടിച്ചിട്ട് അല്ലെ ആ അടിച്ച ആളോട് പുഞ്ചിരിയോടെ പെരുമാറാൻ കഴിയുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിയില്ലേ? പക്ഷെ അവര് ആ മുഖത്തടിച്ച അതല്ല അവർ കാണുന്നത്. അല്ലെങ്കിൽ എന്താണ് മോശം സ്വഭാവം പെരുമാറിയ അതല്ല അവർ കാണുന്നത്. അവര് ഉള്ളിൽ അവരതിനെ എത്രത്തോളം പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവിലൂടെ അവർ ആ സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യുന്നു, റിക്രിയേറ്റ് മാറ്റിയെടുക്കുന്നു. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഒരു ടൂള് ലോകത്തുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മെഡിറ്റേഷൻ. നമ്മളെ അറിയാൻ അല്ലെ, നമ്മളെ അറിയാൻ ഏറ്റവും മികച്ച ഒരു ടൂൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. നമുക്ക് നമ്മളെ അറിയാൻ പല ടൂൾസും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യും? എഴുതാം, നമ്മളെ കുറിച്ച് എഴുതാം അല്ലെ, നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാം. അതൊക്കെ മെഡിറ്റേഷന്റെ വ്യത്യസ്തമായുള്ള ചെറിയ ചെറിയ ഫോമുകളായിട്ട് പറയാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ വെറുതെ നമ്മളെ കുറിച്ച് നിരീക്ഷിക്കാം. ഒബ്സർവേഷൻ എന്താണ്? നമുക്ക് എന്തൊക്കെ നിരീക്ഷിക്കാൻ പറ്റും? അത് നമുക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റും, നമ്മുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരീക്ഷിക്കാൻ പറ്റും. നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഡൗൺ ആയി പോകുന്നത് ഹാപ്പി ആണോ സാഡ് ആണോ? കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ മനസ്സിലാവൂലേ? മുഖത്ത് വരച്ചിട്ടുണ്ടാവൂലേ? ഹാപ്പി ആണെങ്കിൽ മുഖത്ത് ഉണ്ടാവും, സാഡ് ആണെങ്കിൽ അപ്പൊ മുഖത്ത് നമുക്ക് റീഡ് എടുക്കാൻ പറ്റും. നമ്മുടെ ചിന്തകൾ എന്താണെന്ന് നമുക്ക് വെറുതെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം മെഡിറ്റേഷന്റെ ചെറിയ ചെറിയ രൂപങ്ങളാണ്. എല്ലാം സെൽഫ് ഒബ്സർവേഷൻ. നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുന്നു. സെൽഫ് ഒബ്സർവേഷൻ. സക്സസിനെ കുറിച്ച് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒബ്സർവ്, തിങ്ക് ആൻഡ് ആക്ഷൻ. 3 കാര്യങ്ങളാണ് സക്സസിനെ കുറിച്ച്. ബഹുമാനപ്പെട്ട എം.എ. യൂസുഫ് അലി സാറ് സ്പീച്ചിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് 3 കാര്യങ്ങൾ. ഒബ്സർവ്, തിങ്ക് ആൻഡ് ആക്ഷൻ. അദ്ദേഹത്തിന്റെ സക്സസ് സീക്രട്ടിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. 3 വാക്കുകൾ ഏതൊക്കെയാണ്? ഒബ്സർവ് നിരീക്ഷണം, തിങ്ക് ചിന്ത, ആക്ഷൻ പ്രവർത്തനം. നിരീക്ഷണം, ചിന്ത, പ്രവർത്തനം. കാര്യങ്ങളൊക്കെ നമുക്ക് നിരീക്ഷിക്കാം. പുറം ലോകത്ത് നിരീക്ഷിക്കാം, എല്ലാറ്റിനും നമുക്ക് നിരീക്ഷിക്കാം. ക്ലിയർ അല്ലേ? എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നിരീക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? നമ്മളിൽ നിന്നാണ്. ലോകത്തെ നിരീക്ഷിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ കാണുന്ന പല കാര്യങ്ങളും അതിന്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ, അതിന്റെ പൊരുൾ അറിയണമെങ്കിൽ അവിടെ സെൽഫ് ഒബ്സർവേഷൻ കൂടെ വേണം. നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, ഞാൻ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് പോലും യൂസുഫ് അലി, എം.എ. യൂസുഫ് അലിക്ക് അവിടെ എല്ലാവരും അല്ലെ ഗൾഫ് വിട്ടിട്ട് രക്ഷപ്പെടുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായത് എവിടുന്നാണ്? ആ ധൈര്യം എവിടുന്ന് കിട്ടിയതാണ്? കാരണം നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. വലിയ യുദ്ധം വരാൻ പോവാണ്, വലിയ നഷ്ടമാണ്, എല്ലാവരും ഗൾഫ് ഉപേക്ഷിച്ച് പോകുന്ന സമയത്താണ് എം.എ. യൂസുഫ് അലി എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? തന്റെ ആദ്യ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുറമേ നിരീക്ഷിക്കുമ്പോഴെല്ലാം കാണുന്ന നെഗറ്റീവാണ്. കാരണം എന്താ? ആളുകളൊക്കെ എല്ലാം ഇത് ഇട്ടെറിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അത്രയും ധൈര്യം അവിടെ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ശക്തി എവിടുന്ന് വന്നതായിരുന്നു? ചിന്തിച്ചു നോക്കിട്ടോ. ആ ശക്തി
ആ ഒരു പവർ, ആ ഒരു എനർജി എവിടുന്ന് വന്നതായിരിക്കും അത്? ഉള്ളിലെ ആ ഒരു ഒബ്സർവേഷന്റെ പവറാണത്. ക്ലിയർ അല്ലേ? നമുക്കും ഉണ്ടോ ആ പവർ? ഉള്ളിൽ നിന്ന് അത് കാണാൻ കഴിയുന്നു. അതെ, പുറമെ കാണുന്നതെല്ലാം യുദ്ധമാണ്. ദാരിദ്ര്യം എന്താണ്? എല്ലാവരും നഷ്ടത്തിലാണ്, കഷ്ടത്തിലാണ്. ഗൾഫിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണെന്ന് ആളുകൾക്ക് ചെയ്യുന്നത്. ആ സമയത്ത് പോലും അങ്ങനെ അതിലൊരു അവസരം കാണുക. ആ അവസരം കണ്ടുകൊണ്ട് എവിടെയും കാണുന്നില്ല. എവിടുന്നാണ് അവസരം കാണുന്നത്? ഉള്ളിൽ നിന്ന് അവസരം കാണുന്നു. അതാണ് ഒബ്സർവേഷൻ. ഉള്ളിൽ അതിനെ കാണാൻ കഴിയുന്ന കഴിവ്. അപ്പോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഉള്ളിൽ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ സ്കിൽ, സെൽഫ് ഒബ്സർവേഷൻ. ഇൻട്രോസ്പെക്ഷൻ അകത്തോട്ട് നോക്കാനുള്ള കഴിവാണ്, നമ്മളെ അറിയാനുള്ള കഴിവാണ്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക നമ്മളുടെ അപാരമായുള്ള കഴിവുണ്ട്, അല്ലെ? അപാരമായുള്ള കഴിവുണ്ട്. അതിനെ കണ്ടെത്തി ഉപയോഗിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ പുറമെയുള്ള എല്ലാ ന്യൂസും ചൂടിനെ കുറിച്ചാണ്. അത്തരം ന്യൂസുകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളും ചൂടാകും. അതന്നെ, ഇല്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഞാൻ എപ്പോഴും അത്തരം ന്യൂസ് ഞാൻ കേൾക്കാറില്ല, ഞാൻ കാണാറില്ല. ന്യൂസ് കേൾക്കാറില്ല, ന്യൂസ് കാണാറില്ല. എനിക്ക് എന്താ ചില കാര്യം ചോദിക്കും, ലോകത്തുള്ളവർക്ക് എല്ലാം നമുക്ക് അറിയണ്ടേ? എനിക്ക് അറിഞ്ഞോണ്ട് പ്രത്യേക ഗുണമുണ്ട് തോന്നുന്നില്ല. എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. ക്ലിയർ അല്ലേ? എനിക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നു എന്ന് വിചാരിച്ച് ലോകത്തിലെ ഇവര് പറയുന്ന പടച്ചു വിടുന്ന ഒരു പണിയില്ലാത്ത ആൾക്കാർ കേൾക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ, ഇതെല്ലാം കേൾക്കാൻ എനിക്ക് സമയവുമില്ല, ഞാൻ അതിന് ശ്രദ്ധ കൊടുക്കൂല. എനിക്ക് എന്റേതായ ഒരുപാട് പണികളുണ്ട്. എനിക്ക് കുറെ പണികളുണ്ട്, ഇത് കേൾക്കാനുള്ള സമയമില്ല. കാരണം ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുന്നു, എന്റെ വളർച്ചയെ ഞാൻ നോക്കുന്നു. എനിക്ക് നിങ്ങളുടെ ഇതേപോലെ ക്ലാസ് എടുക്കുമ്പോൾ എന്ത് പറഞ്ഞു തരാൻ പുതിയതുണ്ട് എന്ന റിസർച്ചിലാണ് ഞാൻ. എന്താണ് പുതിയ കാര്യങ്ങൾ പറയാനുള്ളത്, എന്താ പുതിയത് പഠിക്കാനുള്ളത്, ഞാൻ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ ലൈഫിൽ എത്രത്തോളം എനിക്ക് ട്യൂൺ ചെയ്തെടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ്, അത് മാത്രം ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ മെഡിറ്റേഷൻ. അപ്പൊ നമ്മള് അതിനുവേണ്ടി പ്രത്യേക സമയം കണ്ടെത്തി കണ്ണടച്ചുകൊണ്ട് ധ്യാനിക്കാം. എന്നാൽ എപ്പോഴും കണ്ണടച്ച് ധ്യാനിക്കേണ്ട ആവശ്യം ഇല്ല. മെഡിറ്റേഷൻ ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതൊരു മാനസിക അവസ്ഥയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 5:30 വരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യുന്നത് മാത്രമാണ് മെഡിറ്റേഷൻ എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് മെഡിറ്റേഷൻ ഏറ്റവും നല്ല രൂപം തന്നെയാണ്. പക്ഷെ എനി ടൈം നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനിലാണ്. അതുകൊണ്ട് ലോകത്ത് കുറെ മഹാന്മാര് അവരുടെ പ്രവൃത്തികളിൽ തന്നെ അവർ മെഡിറ്റേഷനിലാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ്, അതാണ് അതിന്റെ വാക്ക്. ഇവിടെ കുറെ ആൾക്കാർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്നത് മൈൻഡ്ഫുൾ ആയിട്ടാണെങ്കിൽ, മനസ്സ് പൂർണ്ണമായിട്ടും ആ ജോലിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ അത് മെഡിറ്റേഷനാ. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ജോലിയിലാണ്. മറ്റുള്ള ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധ പോകുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. ഇവിടെ ക്ലാസ് എടുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ എനിക്കുള്ളൂ എങ്കിൽ ഞാനും ഒരു തരത്തിൽ ഒരു മെഡിറ്റേഷനിലാണ്. മനസ്സിലാവുന്നുണ്ടോ? എസ്സാറിനോ? പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ എന്നത്. കണ്ണടച്ചുകൊണ്ട് പ്രത്യേക സമയത്ത് ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നല്ല എനർജി നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പ്രാക്ടീസ് വളരെയധികം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു, നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് അവിടെ ഒതുങ്ങി പോവരുത്. അത് നമ്മളെ മറ്റുള്ള സമയത്ത് പോലും, അതായത് അത് ആ 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ചെയ്യുന്നത് മറ്റുള്ള സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടാൻ ഒരു പ്രാക്ടീസ് ആയിട്ട് നമുക്ക് എടുക്കണം. ഡിസിപ്ലിൻഡ് പ്രാക്ടീസ് ആയിട്ട് എടുക്കണം. അപ്പൊ അതിന്റെ ഗുണം ത്രൂ ഔട്ട് ദ ഡേ. ചില ആൾക്കാർ പറയണ്ടേ, ഞാൻ രാവിലെ മെഡിറ്റേഷൻ ചെയ്തു, രാത്രി മെഡിറ്റേഷൻ ചെയ്തു, ഞാൻ ഉച്ചയ്ക്ക് മെഡിറ്റേഷൻ ചെയ്തു സാറേ, എനിക്കൊരു മാറ്റമില്ല സാറേ. പ്രശ്നം മനസ്സിലായോ?
രോഗം മനസ്സിലായോ? എന്താ പ്രശ്നം മനസ്സിലായോ? ഇവര് മെഡിറ്റേഷൻ ചെയ്തു. അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ട് അതിനെ കാണരുത്. അതൊരു മാനസിക അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കൂ. ക്ലിയർ അല്ലേ? അതങ്ങനെ മനസ്സിലാക്കിയവരാണ് വിജയിക്കുക. മനസ്സിന്റെ ശാന്തത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രാർത്ഥന മെഡിറ്റേഷൻ ആണ്. ക്ലിയർ അല്ലേ? പ്രാർത്ഥന മെഡിറ്റേഷൻ ആണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് അല്ലേ? പ്രാർത്ഥന 5 സമയത്തുള്ള പ്രാർത്ഥന 5 സമയം 5 തവണകളായിട്ട് ചെയ്യുന്നത്, അത് നിങ്ങൾ പരിപൂർണമായ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ, കോൺസെൻട്രേഷനോടെ ചെയ്യുകയാണെങ്കിൽ അത് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ അതെന്തോ ആണ്. ശ്രദ്ധ അതിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മെഡിറ്റേഷൻ ആണ്. ആ ധ്യാനം പൂർണ്ണമായിട്ടും ആ ദൈവികമായ ശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ് ഇത്, ആ പ്രാർത്ഥന. അങ്ങനത്തെ പ്രാർത്ഥനയ്ക്ക് ഫലമുള്ളൂ അല്ലെ? പക്ഷെ നമ്മൾ മിക്ക ആളുകളും ചടങ്ങ് കഴിക്കുന്ന ആളുകൾ. ചടങ്ങിനാണ് ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് പ്രാർത്ഥനയും എന്താണ്, അതുപോലെ മെഡിറ്റേഷൻ ഒന്നും അതൊരു ചടങ്ങല്ല, അതൊരു മാനസികമായുള്ള അവസ്ഥയാണ്. ആ പ്യൂരിറ്റിയാണ്, ആ വിശുദ്ധിയാണ്. ആ പ്യൂരിറ്റി അറിയണം, ആ വിശുദ്ധി അറിയണം, ആ മനസ്സിന്റെ ഫ്രീഡം അറിയണം, ആ സ്വാതന്ത്ര്യം അറിയണം, ആ അകത്തെ സമാധാനം നമ്മൾ അറിയണം, ആ ശാന്തി അറിയണം, അകത്തനുഭവിക്കുന്ന ആ സുഖം അറിയണം, ആ വല്ലാത്തൊരു സ്നേഹം അറിയണം നമ്മളെ. അതറിയുമ്പോഴാണ് നിങ്ങൾക്ക് മെഡിറ്റേഷന്റെ സന്തോഷം അറിയുള്ളൂ. ഇങ്ങനെ മെഡിറ്റേഷനെ നമ്മൾ വിശാലമായ ഒരു രീതിയിൽ കാണുമ്പോഴാണ് അതിന്റെ ഫലം അറിയുള്ളൂ. ഇനി എന്താണ് മെഡിറ്റേഷൻ അറിയില്ല എന്നുള്ളതാണ് കുറെ ആളുകളുടെ ഒരു പ്രശ്നം. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉള്ളിലോട്ട് നോക്കുന്ന അല്ലെ, പൂർണ്ണമായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയെ കുറിച്ചാണ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ. പൂർണ്ണമായും മൈൻഡ്ഫുൾ ആയില്ല മനസ്സ്. മൈൻഡ്ഫുൾ എന്ന് പറയുമ്പോൾ മനസ്സ് ഫുള്ള് എന്നല്ല കേട്ടോ. മൈൻഡ്ഫുൾനെസ് അറിയാത്ത ആൾക്കാരുണ്ട്. എന്താ മൈൻഡ്ഫുൾനെസ്? മനസ്സ് ഫുള്ളായിക്കുന്ന അവസ്ഥയല്ല, മനസ്സിനെ ഫുള്ളായിട്ട് അറിയലാണ്. മനസ്സിന് ഫുൾ ലോഡാക്കലല്ല മൈൻഡ്ഫുൾനെസ്. മനസ്സിന്റെ ലോഡ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മനസ്സിനെ പൂർണ്ണമായിട്ട് അറിയലാണ് മെഡിറ്റേഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെ ഒരു രീതിയിൽ കാണാൻ കഴിയണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടിയില്ല, പതിയെ അതിലേക്ക് വരിക. അപ്പൊ അതിനെന്ത് ചെയ്യണം? അഫർമേഷൻസ് കൊടുക്കണം. മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അഫർമേഷൻ. എന്തിനാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്ന് അറിയണം. മനസ്സമാധാനം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ നമുക്ക് എല്ലാവർക്കും വേണ്ടത്? നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്? എല്ലാവർക്കും വേണ്ടത് ടൈപ്പ് ചെയ്യൂ. അറിയാം, എങ്കിലും ടൈപ്പ് ചെയ്യുമ്പോഴല്ലേ ഒന്നും കൂടെ ഒരു എനർജിക്ക് വേണ്ടി പറയാം. സമാധാനമാണ് അല്ലേ? എനിക്കൊരു സമാധാനം തരുമെന്നാണ് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. വീട്ടിലൊക്കെ അടി ഉണ്ടാവുമ്പോ നമ്മൾ കേൾക്കുന്ന വാക്ക് എന്താ അറിയാം? എനിക്കൊരു സമാധാനം തരുമെന്നാണ് ചോദിക്കുക അല്ലേ? അപ്പോ ഈ സമാധാനം ആരും തരുന്നതല്ല എന്ന് ആദ്യം മനസ്സിലാക്കി. അതാർക്കും എന്താണ് 100 രൂപക്ക് 1 കിലോ സമാധാനം തരുമെന്ന് എവിടും നമുക്ക് കിട്ടൂല. അങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനമല്ല അല്ലേ? എന്തോ ഒരു ചരക്ക് പോലെ വാങ്ങാൻ പറ്റിയ സാധനമല്ല ഇത്. സമാധാനം എന്ന് പറയുന്നത് അത് നമ്മളെ ഉള്ളിൽ സ്വയം കണ്ടെത്തേണ്ട ഒരു നിധിയാണ്. സ്വയം കണ്ടെത്തേണ്ടതാണ്. അത് നിങ്ങളെ ഭാര്യയിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് കിട്ടൂല. ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് കിട്ടൂല. അങ്ങനെ തന്നെ പറയുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാറില്ലേ? ആ കിട്ടുന്നത് അത് ചില ആളുകളിൽ നിന്നല്ല, അത് ആ വ്യക്തി ഓൾറെഡി ഉള്ളിൽ അനുഭവിക്കുന്നത് കൊണ്ട് കിട്ടുന്നതാ. അതായത് കൊടുത്തോണ്ട് കിട്ടുന്ന സാധനം അല്ലത്.
അത് ഉള്ളിൽ നിന്ന് അനുഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? യെസ് യെസ് യെസ്. അപ്പോ അങ്ങനെ നമുക്ക് സമാധാനം, ശാന്തി, സന്തോഷം, അതാണ്. അങ്ങനെ അനുഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് ഏറ്റവും വലിയ നേട്ടം? നമ്മുടെ ലൈഫിൽ ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും അല്ലെ? എത്ര വലിയ പ്രതിസന്ധികൾ എന്ന് തോന്നുന്ന വിഷയം വന്നാലും നമുക്ക് വല്ലാത്ത ഒരു മാനസികമായുള്ള ശക്തി എവിടുന്നോ വരുന്ന പോലെ തോന്നിയിട്ടില്ലേ? എവിടുന്നോ ഒരു ശക്തി, ഉള്ളൊരു പവർ ഇങ്ങനെ ഉള്ളത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് വരും. അതാണ് അതിന്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചാലും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നൊരു ചൊല്ലുണ്ട് അല്ലെ? ഇല്ല മനസ്സിലേച്ചി? പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല. അപ്പം കുലുക്കം ഉണ്ടാവില്ല. ഭൂമി കുലുങ്ങിയാലും ഇത്തരം ആളുകൾ കുലുങ്ങൂല. അത് വല്ലാത്തൊരു കഴിവാണ്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ? വല്ലാത്തൊരു ഒരു അത്രയും ബോൾഡാണ്. നമുക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി ആട്ടത്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖവും സമാധാനം. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് വരും. ഓക്കെ. എന്ത് സംഭവിച്ചാലും അല്ലെ, എന്ത് സംഭവിച്ചാലും നമുക്ക് ആ കരുത്തുണ്ടാവും. ഡൗൺ ആയി പോകില്ല. അവബോധത്തിന്റെ ശക്തിയായിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുക. ക്ലിയർ അല്ലേ? അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. അതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നത് എപ്പോഴാണ് നിങ്ങള്? വളർച്ച ഉണ്ടാകുന്ന എപ്പോഴാണ് നിങ്ങള്? ഇത്തരം സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോ നമ്മൾ അവിടെ മോൾഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് അതിനനുസരിച്ച് അവിടെ ആ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്തുണ്ട്. ക്ലിയർ അല്ലേ? മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കരുത്ത്, ഉള്ളിൽ നിന്ന് വരുന്ന കരുത്താണത്. അത് ഈ മെഡിറ്റേഷനിൽ കിട്ടുന്ന ഒരു പവറാണ്. ക്ലിയർ അല്ലേ? അതെ, അത് മെച്യൂരിറ്റിയാണ്. അവിടെ ഒരാൾ ടൈപ്പ് ചെയ്തു മെച്യൂരിറ്റി, പക്വത, ഇമോഷണൽ മെച്യൂരിറ്റി, വൈകാരികമായുള്ള പക്വത. പക്വത എന്ന് പറഞ്ഞാൽ വൈകാരികമാണ്. മനുഷ്യനൊരു ഇമോഷണൽ ബീയിങ് ആണ് അല്ലെ? വൈകാരിക ജീവിയാണ് മനുഷ്യൻ. പെട്ടെന്ന് പ്രതികരിക്കും, ദേഷ്യപ്പെടും, സങ്കടപ്പെടും അല്ലെ? കുട്ടികൾ കണ്ടില്ലേ നിങ്ങള്? അങ്ങനെ കരയുന്നുണ്ടാവും. സമ്മാനം കൊടുത്താലോ ഉടനെ ചിരിക്കും. പക്ഷെ കണ്ണീര് പോകുന്നുണ്ടാവും. ആ തൊട്ടു മുന്നത്തെ കരച്ചിൽ കണ്ണീര് ഒഴുകുന്നുണ്ടാവും, പക്ഷെ ചിരിക്കുന്നുണ്ടാവും. നീ എന്താ മോനെ ഒരേ സമയം കരയുകയും ചിരിക്കുകയും ചെയ്യാണോ തോന്നിയപ്പോ? കണ്ടിട്ടില്ലേ കുട്ടികളെ? പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു നമ്മളുടെ നേച്ചർ അങ്ങനെയാണ്, വൈകാരികമായിട്ട്. അപ്പൊ ഇമോഷണൽ ബീയിങ് ആണ്. കാരണം നമുക്ക് ഈ സ്നേഹം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ഫാമിലി ഇല്ല, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. മൃഗങ്ങൾക്ക് മറ്റു ജീവികളൊന്നും ഇതില്ല, അത്രത്തോളം അല്ല. ഇതൊക്കെ ഭയങ്കര കെയറിങ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുമിച്ച് ജീവിക്കുക, സോഷ്യൽ ലൈഫ്, സോഷ്യൽ ഗ്യാതറിങ്, സഹായിക്കുക, ദയ, കാരുണ്യം, അറ്റാച്ച്മെന്റ് അല്ലെ? ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഭാഗം തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവുക എന്നുള്ളത്. അതിന്റെ ഭാഗമാണ്. ഈ സ്നേഹം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാക്കും. ചെറിയ പ്രശ്നം വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കും, എടുത്തു ചാടും, ദേഷ്യപ്പെടും, സങ്കടപ്പെടും. ഇതൊക്കെ ഇതിന്റെ ഭാഗം. ഈ ഒരു സമയത്ത് നമുക്ക് സെൽഫ് മാനേജ്മെന്റ്, ഇമോഷണൽ മാനേജ്മെന്റ്, അത് മെഡിറ്റേഷനിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാം. സ്ട്രെസ് റിഡക്ഷൻ അല്ലെ? അവിടെ നമ്മളെ സ്ട്രെസ്, ഈ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റാതെ അത് നമ്മളെ കൺട്രോൾ വിട്ട് പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സ്ട്രെസ് ഉണ്ടാവുന്നത്. അപ്പൊ ആ സ്ട്രെസ്സിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ
ചെറിയ സ്ട്രെസ് ഒക്കെ പലപ്പോഴും നല്ലതാണ് കേട്ടെ, ചെറിയ സ്ട്രെസ്, വളരെ ചെറിയ. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന സമയത്ത് അത് നമ്മളെ സ്ട്രെസ് ഹോർമോൺ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ടോക്സിൻസ് ആയിട്ട് വളരും. അഡ്രിനാൽ ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോ അഡ്രിനാലിനും കോർട്ടിസോൾ അല്ലെ, അത് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, ഡിസീസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് മെഡിറ്റേഷൻ അല്ലെ. അതേപോലെ തന്നെയാണ് കോൺസെൻട്രേഷൻ. പല ആളും പറയുന്ന കാര്യമാണ് കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ പഠനത്തിൽ കോൺസെൻട്രേഷൻ ഇല്ല, ജോലിയിൽ കോൺസെൻട്രേഷൻ ഇല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ ഒരേ സമയം മനസ്സിൽ വരുന്നു അല്ലെ. തോന്നിയിട്ടുണ്ട് കുറെ ആൾക്കാരെ പ്രശ്നം, 100 കൂട്ടം കാര്യങ്ങളാണ് വരുന്നത്. ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വരും, സ്വാഭാവികമാണ്. അപ്പൊ അത് ആദ്യം ചെയ്യേണ്ടത് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ അവയർനെസ് ഉണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് 10 കാര്യങ്ങൾ ചെയ്യാണെങ്കിൽ 10ഉം എഴുതുക. നോട്ട് ചെയ്യണേ, 10ഉം എഴുതുക. എപ്പോഴും പറയാം ടു ഡു ലിസ്റ്റ്. അതിൽ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക ഒരു സമയം, എന്നിട്ട് അത് ചെയ്യാം. എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യും. കോൺസെൻട്രേഷൻ വർദ്ധിക്കും, ഫോക്കസ് കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അവിടെ ഇമോഷണൽ വെൽ ബീയിങ്, നമുക്ക് വൈകാരികമായുള്ള ഒരു സുഖാവസ്ഥ ഉണ്ടാകും. മനസ്സിലായില്ലേ? നമ്മള് ജീവിതത്തിൽ സമാധാനം എന്ന് പറയുമ്പോൾ ഉള്ളിൽ അനുഭവിക്കുന്ന സുഖമാണ്. ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, കാരണം സെൽഫ് അവെയർ ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിൽ തന്നെ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അകത്തോട്ട് വീണ്ടും വീണ്ടും നോക്കി നമ്മളെ മനസ്സിലാക്കുക. മനസ്സിലായി? അതാണ് അകത്തോട്ട് നോക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. അവിടെ സെൽഫ് ആക്സെപ്റ്റൻസ്, അതായത് നമ്മൾ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. നിലവിലെ അവസ്ഥയിൽ അതെത്ര മോശമാണെങ്കിലും നമ്മൾ നമ്മളെ തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ തയ്യാറാവുക, ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ, റെസ്പെക്ട് ചെയ്യാൻ, നമ്മളോട് നിരുപാധികം ക്ഷമിക്കാൻ പഠിക്കുന്നു അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമിക്കേണ്ടത് ആരോടാണ്? നമ്മളോട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ നമുക്ക് നമ്മോട് ക്ഷമയില്ല. ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ ക്ഷമയുണ്ട്. ഇടയ്ക്ക് അസ്വസ്ഥത വരും, പല സാഹചര്യങ്ങൾ വരും, വരാതിരിക്കലല്ല, അത് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യലാണ്. ഞാൻ ചെയ്ത് പിന്നെ അസ്വസ്ഥതകൾ വരാത്തൊരവസ്ഥ വരും കേട്ടോ. ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു അസ്വസ്ഥതയും ഒന്നും നമ്മുടെ മനസ്സിനെ സ്പർശിക്കാത്തൊരവസ്ഥ വരും. അതൊക്കെ വലിയൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ലോകം മുഴുവനും നമുക്ക് എതിരായാലും മനസ്സിൽ ആ ശാന്തത അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാകുമ്പോൾ എന്തൊക്കെയുണ്ട്? ആ സുഖം, ആ സുഖം സുഖം ആയി മാറും അല്ലെ. ആ സുഖമില്ലാത്ത അവസ്ഥയാണ് ആ സുഖം അല്ലെ. രോഗം അത് മാറിയിട്ട് എന്തായി? ശാരീരികവും മാനസികവും അല്ല, ഹെൽത്ത്. നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യമാണ് അല്ലെ. മാനസികവും ശാരീരികവുമായുള്ള കംപ്ലീറ്റ് ആയിട്ട് വെൽ ബീയിങ് ആണ് ആരോഗ്യം. രോഗം വരാത്ത അവസ്ഥയല്ല, എപ്പോഴും ആ സുഖാവസ്ഥ അറിയലാണ്, അനുഭവിക്കലാണ് ആരോഗ്യം. ക്ലിയർ അല്ലേ? യെസ്. അതേപോലെ റിലേഷൻഷിപ്പ്, അതുപോലെ ബന്ധങ്ങളിൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കുകയാണ് അല്ലെ. എപ്പോഴും മറ്റുള്ള ആളുകൾ നമുക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ കഴിയും. അൺകണ്ടീഷണൽ ലവ് അല്ലെ, നിരുപാധിക സ്നേഹം. എൻ്റെ ഉള്ളിൽ ഞാൻ ആ സ്നേഹം അനുഭവിക്കുകയാണ് മെഡിറ്റേഷനിലൂടെ. ആ നിറവ് അനുഭവിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ആ നിറവുണ്ട് എന്ന് സ്വയം തിരിച്ചറിയണം. അല്ല, എൻ്റെ ഉള്ളിലാണ് ആ നിറവുള്ളതെന്ന് മനസ്സിലാക്കുകയാണ്.
ആ നിറവിൽ നിന്ന് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നു. ആ നിറവിൽ നിന്ന് നിരുപാധികം നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. നമ്മൾ മനസ്സിലാക്കുന്നു, കൊടുക്കണമെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ഉള്ളിൽ ആ നിറവ് അനുഭവിക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുന്നത് മെഡിറ്റേഷനിലൂടെയാണ്. നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോഴാണ്. ഉള്ളോട്ടത് നോക്കാത്തത് കൊണ്ടാണ് ആ വറ്റാത്ത ഉറവയെ നമുക്ക് കാണാൻ കഴിയാത്തത്. ലോകത്ത് വറ്റാത്ത ഒരേ ഒരു ഉറവയുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ഉറവയാണ്. ലോകം മുഴുവനും കൊടിയ വരൾച്ചയുണ്ടെങ്കിലും ഉള്ളിൽ നിങ്ങളുടെ എന്താണ് ആ ഉറവ വറ്റിയില്ലെങ്കിൽ പുറമെ നിങ്ങൾക്ക് ആ ഉറവ കൊണ്ടുവരാൻ കഴിയും. അറിയോ നിങ്ങൾക്ക്? അത്രയും വലിയ എനർജിയാണ് ഉള്ളിൽ നിരുപാധികം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിരുപാധിക സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ഉറവ എന്ന് പറയുന്നത്. കുറെ ആളുകൾ പ്രണയത്തിന്റെ വലയിൽ പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ന്യൂസ് അങ്ങനെയാണല്ലേ. കല്യാണം ഫിക്സ് ചെയ്ത് അന്ന് രാവിലെ പന്തലൊക്കെ ഇട്ട് ഒരുങ്ങിയ ശേഷം മണവാട്ടിയെ കാണാനില്ല. എത്രയോ ന്യൂസ് നമ്മുടെ നാട്ടിൽ വരുന്നു അല്ലേ. എന്റെ നാട്ടിലുണ്ടായിട്ട് എന്റെ കൂടെ പഠിച്ച് തലേ ദിവസം സംഭവിച്ചത്. അല്ലെ, എല്ലാം സെറ്റാണ്. ആളുകളൊക്കെ ക്ഷണിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചു, പന്തലൊക്കെ കെട്ടിയിട്ട് അല്ലെ, എല്ലാം സെറ്റ് ആക്കിയിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അതേപോലെ ബിരിയാണി വെച്ചത് മറ്റുള്ള ആളുകൾക്ക് അങ്ങനെ കൊടുക്കേണ്ടി വന്ന ആളുകൾ വരെയുണ്ട്. എന്താ സംഭവിച്ചത്? ഇവർക്ക് പ്രണയം എന്തെന്ന് അറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ. അതാണ് പ്രണയം എന്ന് വിചാരിക്കുന്നു. ഉള്ളിലെ പ്രണയം അറിയാത്തത് കൊണ്ടാണ് ഈ പുറമേ കാണുന്നത് യഥാർത്ഥ പ്രണയമല്ല. ആക്ച്വലി അത് ജീവിതത്തിൽ നിന്ന് പിന്നെ പഠിക്കുന്നുണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ പോയവരൊക്കെ പഠിച്ചിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടില്ലേ? അപ്പോ അത് പാരന്റ്സ് അത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കതിനെ കുറിച്ച് അറിയില്ല. അത് പാരന്റിങ്ങിൽ ഈ പ്രണയം എന്തെന്ന് പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയണം. അത് കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ ആ പ്രണയം അനുഭവിക്കണം. നമുക്ക് ആ പ്രണയം അറിയണേ. നമുക്കറിയാതെ മക്കൾക്ക് പറഞ്ഞിട്ടും കഴിയില്ല. ആ പ്രണയം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുമ്പോൾ ആ ഒരു രീതിയിൽ അവരെ പാരന്റിങ് ചെയ്യാൻ നമുക്ക് പറ്റും. അവർക്ക് കിട്ടേണ്ട അറ്റൻഷൻ, അവർക്ക് കിട്ടേണ്ട സ്നേഹം, അവർക്ക് കിട്ടേണ്ട അടുപ്പം നമ്മളിൽ നിന്ന് കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് പുറമേക്കില്ലേ വെളിച്ചം തേടി പോവാണ്. ചെടികൾ വളരുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? മുകളിൽ എന്താണ്, മുകളിൽ സീലിംഗ് ഉണ്ടെങ്കിൽ അടിയിൽ ചെടി വെച്ചാൽ ഒരിക്കലും സീലിങ്ങിന് നേരെ ചെടി വളരില്ല അല്ലെ. അതിങ്ങനെ സൺലൈറ്റ് തേടിയിട്ടാ പോകുക. എന്നതുപോലെയാണ് കുട്ടികൾ പ്രണയം തെരഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അകത്ത് പ്രണയം കിട്ടാത്തത് കൊണ്ടാണ് പുറമേ പ്രണയം തിരയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അകത്തത് അനുഭവിക്കാൻ ആ ബോധ്യം കൊടുക്കാൻ കഴിയണം. യഥാർത്ഥ പ്രണയ വിശുദ്ധി പഠിപ്പിക്കാൻ പറ്റും. കേവലം കാമനകളും ഭാവനാ സങ്കല്പങ്ങളും ലീലാവിലാസങ്ങളുമാണ് പ്രണയമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈ ലോകം അല്ലെ. അത്രയും വലിയ മണ്ടത്തരം വേറെ ഏതുമില്ല എന്ന് പിൽക്കാലത്ത് അവർ മനസ്സിലാക്കുന്നു. അതോടുകൂടെ ജീവിതം അപ്പോഴേക്കും തിരിച്ചു വരാൻ കഴിയാത്ത വിധം തകർന്നു പോയിട്ടുണ്ടാവും അല്ലെ. ഭൂരിപക്ഷം അങ്ങനെയല്ലേ കാണുന്നത്. അതിന് കാരണം ഇതാണ്. വിശുദ്ധ പ്രണയം എന്തെന്ന്, ശുദ്ധ പ്രണയം, ശുദ്ധ സ്നേഹം എന്തെന്ന് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല പാരന്റ്സിന്. അതിന് പ്രധാന കാരണം നമ്മളത് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതറിയണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് വരണം. ആ മെഡിറ്റേഷൻ, ആ ഒരു സ്നേഹം, ആ ഒരു പ്രണയം, ആ നിരുപാധിക സ്നേഹം, അവിടെയാണ് ബന്ധങ്ങൾ മെച്ചപ്പെടുന്നത്. ക്ലിയർ അല്ലേ? നമ്മളിൽ നിന്ന് കിട്ടേണ്ടത് മക്കൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾക്ക് അത് അനുഭവിക്കാൻ കഴിയണം. അതാണ് മറ്റുള്ളവരിൽ ആ സ്നേഹവും സന്തോഷവും പ്രണയം തേടുന്നുണ്ടെങ്കിൽ അല്ലെ, അതിന്റെ അർത്ഥം സ്വയം അത് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നല്ല സ്നേഹബന്ധങ്ങൾക്ക് നിർബന്ധമായും മെഡിറ്റേഷൻ ചെയ്യണം. ഒരു സംശയം വേണ്ട. നല്ല സ്നേഹബന്ധങ്ങൾ വളർത്താൻ ആഗ്രഹമുണ്ടോ? നിർബന്ധമാണ് മെഡിറ്റേഷൻ. അതിന് പ്രാർത്ഥനാ രൂപത്തിൽ നിങ്ങൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെയ്യൽ, ആ ഫോക്കസ് ചെയ്യൽ, ആ സ്നേഹത്തെ അറിയൽ, നിങ്ങളെന്ന മഹാസ്നേഹ സാമ്രാജ്യത്തെ അറിയുക എന്നുള്ളത് നിർബന്ധമാണ്. അത് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. ഈ നിമിഷം ആലോചിക്കുക, നിങ്ങളെ ഉള്ളിലുള്ള സ്നേഹത്തെ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോഴും ഇരുട്ടിലാണ്.
ഇരുട്ടിൽ തപ്പുന്നു. വെളിച്ചം വെളിച്ചറിയണം, വെളിച്ചറിയണം, ഈ സ്നേഹത്തെ അറിയണം. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഇത് പറ്റില്ല. അല്ലെ എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ട് എനിക്കറിയില്ല. മക്കളെ കുറ്റപ്പെടുത്തൂലേ? മക്കൾ പോയി കാലം വളരെ മോശമാണ്. കാലഘട്ടം മോശമായാലും മക്കൾ കാലഘട്ടം മോശമായത് കൊണ്ട് മാത്രമല്ല, നമ്മളും മോശമായത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ മോശക്കാരായതുകൊണ്ടല്ല, നമ്മൾക്ക് അവയർനെസ് കുറഞ്ഞത് കൊണ്ടാണ്. നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. എല്ലാത്തിനും നിയന്ത്രിക്കാൻ പറ്റും. മക്കളെ കാര്യത്തിൽ പേടിയല്ല വേണ്ടത്. ആ ബന്ധം കീപ്പ് ചെയ്യുക, അടുപ്പം സൂക്ഷിക്കുക, ആ ധാരണ ഉണ്ടാവുക, ചേർത്ത് പിടിക്കുക. ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ എല്ലാ കാര്യത്തിലും അങ്ങനെ കേട്ടോ, നമുക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. പോസിറ്റീവായിട്ട് വിഷ്വൽ ചെയ്തുകൊണ്ട് നമുക്ക് ആഗ്രഹമുള്ള സകല കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാം. എല്ലാവരും 2 മിനിറ്റ് മെഡിറ്റേഷൻ. സ്ട്രൈറ്റ് ആയിരിക്കും. സമയം കുറച്ച് മുന്നോട്ട് പോയി. റിലാക്സ് യുവർ മൈൻഡ്. ഞാൻ കുറച്ച് സമയം മാറ്റി വെക്കാൻ ഉദ്ദേശിച്ചിരുന്നു. കുറച്ച് സമയം, ഒരു 3 മിനിറ്റ് കേട്ടോ. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി. മനസ്സിനും ശരീരത്തെയും ശാന്തമാക്കുക. കൈകൾ ഓപ്പൺ ആക്കി എനർജി സ്വീകരിക്കാൻ പാകത്ത്. ക്ലോസ് യുവർ ഐസ്. കൈകൾ ഓപ്പൺ ആക്കി നമ്മൾ പുറത്തോട്ട് ആ എനർജി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതേ സമയം നമ്മുടെ ഉള്ളിലാണ് ആ വറ്റാത്ത ഉറവയുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഉള്ളിലെന്നോ പുറത്തുനിന്നോ വ്യത്യാസമില്ലാതെ അനന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിശാലമായ ലോകമാണ് എനർജി എന്ന് മനസ്സിലാക്കുക. എൻ്റെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്തും കാണുന്നത്. പുറമെ ഞാൻ നോക്കുന്നതെല്ലാം എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷമാണ്, തിരിച്ചറിവിന്റെ ശക്തിയുള്ള ആ നിമിഷമാണ് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്. അതുകൊണ്ട് ഈ നിമിഷം പൂർണ്ണമായിട്ടും ഞാൻ എന്നെ അറിയുന്നു, എൻ്റെ ചിന്തകളെ അറിയുന്നു, എൻ്റെ വികാരങ്ങളെ അറിയുന്നു, എൻ്റെ പ്രവൃത്തികളെ അറിയുന്നു, എൻ്റെ ശീലങ്ങളെ അറിയുന്നു. എല്ലാം എൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനർജിയെ ബേസ് ചെയ്തുകൊണ്ടാണ്, അടിസ്ഥാനമാക്കിയാണ് ചിന്ത എന്നുള്ള ആ ഒരു ഊർജം. ഞാൻ എന്നുള്ള ആ മഹാശക്തി, ആ ദിവ്യശക്തിയുമായി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുന്ന ഞാൻ എന്നുള്ള ആ മഹാവിസ്മയത്തെ ഞാൻ അറിയുന്നു. എപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കി എന്നെ തിരിച്ചറിയുന്നു. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഈ അവയർനെസ്സിലേക്ക് എത്തുന്നു. മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കുന്നതിന് മുന്നേ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നു. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുന്നേ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നു. മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളെയും വികാരങ്ങളെയും ഞാൻ അറിയുന്നു. അതിലൂടെ ഞാൻ എന്നെ കൂടുതൽ കൂടെ അടുത്തറിയുന്നു. എൻ്റെ ഉള്ളിലെ അവബോധത്തിന്റെ ശക്തിയെ ഞാൻ തിരിച്ചറിയുന്നു. ആ ശക്തിയെ ഞാൻ കൂടുതൽ കൂടുതൽ അറിയുന്തോറും എൻ്റെ ജീവിതം, എൻ്റെ ഉള്ളിൽ ആ സമാധാനം ഞാൻ അനുഭവിക്കുന്നു, ശാന്തി അനുഭവിക്കുന്നു. ഞാനിന്ന് ആ മഹത്തായ സ്നേഹവിസ്മയത്തെ അനുഭവിക്കുന്നു. ഓരോ നിമിഷവും ജീവിതത്തെ എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നു. കാരണം എപ്പോഴും ഞാൻ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. ഇടയ്ക്കിടെ മനസ്സ് പതറിപ്പോയാലും വഴി തെറ്റിപ്പോയാലും ഞാൻ വീണ്ടും 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 ശ്രദ്ധ കൊടുത്ത് എന്താണ് ആ ഒരു കോൺസെൻട്രേഷനിലേക്ക് വരുന്നു. മനസ്സിനെ വീണ്ടും ഈ പ്രസന്റിലേക്ക്, ഈ നിമിഷത്തിലേക്ക് ബോധപൂർവം കൊണ്ടുവരുന്നു. എനിക്കതിന് സാധിക്കുന്നുണ്ട്, എനിക്കത് കഴിയുന്നുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക. എനിക്ക് പറ്റും, എനിക്ക് കഴിയും, ഈ നിമിഷത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയും. ടേക്ക് എ നൈസ് ഡീപ് ബ്രെത്ത്. ദീർഘമായി സാവകാശം ഒരു ശ്വാസം, അല്ല, ദീർഘമായിട്ട് ശ്വാസം, 1,
Deep and slow. സമാധാനം, ശാന്തി, സന്തോഷം, സംതൃപ്തി, സുഖം, സുഖാനുഭവം. ഹൃദയത്തിലെ സുഖാനുഭവം അറിയും. ആ വെളിച്ചം അറിയുക. ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളും വിട്ടൊഴിഞ്ഞ് ഉള്ളിൽ സമാധാനം സ്ഥാപിച്ചെടുക്കുക. ഈ മറ്റെല്ലാറ്റിനും വിട്ടുകളയുക. ഒന്നിനെയും പിടിച്ചെക്കാതിരിക്കുക. പലതും വരും, പലതും പോകും. മനസ്സാണ്. എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നു, അല്ലാത്തതിനെല്ലാം വിട്ടുകളയുന്നു. ആവശ്യമുള്ളതിനെ മാത്രം ശ്രദ്ധിക്കും, അല്ലാത്തതിനെല്ലാം വിട്ടുകളയും. കംപ്ലീറ്റ് ഫോക്കസും സന്തോഷത്തിലേക്കാണ്. ഞാൻ ഈ ഓടുന്നത് എന്തിനാണ്? സന്തോഷത്തിനല്ലേ. സമ്പത്തായാലും മക്കളായാലും ഫാമിലി ആയാലും ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും ഓടുന്നതെല്ലാം ഈ സന്തോഷം കിട്ടാനാണ്, ആ സ്നേഹം അറിയാനാണ്. അപ്പൊ എൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് ആദ്യമേ ആ സന്തോഷത്തിലേക്കും സ്നേഹത്തിലേക്കും ആ വെളിച്ചത്തിലേക്കും ഞാൻ ഫോക്കസ് ചെയ്യണം. എല്ലാം ആ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് മുഴുവനും ഫോക്കസ് ചെയ്യും. ബാക്കിയെല്ലാം താനെ വന്നു ചേരുന്നു. എൻ്റെ ഫോക്കസ് ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചാലും ഹാപ്പി ആയിരിക്കും. കാരണം ഹാപ്പി ആയാൽ ജീവിതത്തിൽ ബാക്കിയെല്ലാം ആ ഒരു ഹാപ്പിനെസ്സിനെ വർദ്ധിപ്പിക്കാൻ, അതിലേക്ക് ചേരാൻ കൊതിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കലി ട്യൂൺ ചെയ്യും. ഹാപ്പിനെസ്, ആ സമാധാനം, സന്തോഷം, അതിലേക്ക് ഫോക്കസ്. താങ്ക് യു, 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 താങ്ക് യു. ഓക്കെ, വലുത് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. കുറച്ച് സമയം ആഴത്തിൽ ഫീൽ ചെയ്യും. താങ്ക് യു ഫോർ, താങ്ക് യു ഓൾ. പതിയെ തിരിച്ചു വരിക. കൈകളൊന്ന് വേണമെങ്കിൽ വാമപ്പ് ചെയ്യാം. കയ്യിൽ എനർജി ഒന്ന് ഫീൽ ചെയ്യാം. ഇരു കൈകൾ നല്ല എനർജി ഫീൽ ചെയ്യാം. മുഖത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. യെസ്. പതിയെ കണ്ണുകൾ തുറന്ന് ഹാപ്പി ആയിരിക്കുക. വൈൻഡപ്പിയാണ്. കുറച്ച് സമയം മുന്നോട്ട് പോയിട്ടുണ്ട്. അവേ ഗ്രേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? എനിക്കറിയില്ല. താങ്ക് യു. സൂപ്പർ ആയിരുന്നു. താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഉഷാറായിരുന്നു, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. അടിപൊളി. യെസ്. അപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമ്മുടെ മൈൻഡ് മാസ്റ്ററി അടുത്ത ബാച്ചിലേക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള പ്രാക്ടീസിലേക്ക്, അതുപോലെ നമ്മുടെ EFT ഫാമിലി, അതിലേക്കൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലൈഫിൽ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കുക. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി താല്പര്യമുള്ള മുഴുവൻ ആളുകളും കണക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്പേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത് ഒരു ഇന്റർനാഷണലി വലിയൊരു ഫാമിലിയായിട്ട് നമുക്ക്, ഏറ്റവും വലിയ ഫാമിലിയായിട്ട് നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Once again, thank you so much from the depth of my heart. Have a great day. Bye.